ദേശീയ തലത്തിൽ കോൺഗ്രസിന് തലവേദനയാകുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് കേരളം. തുടർച്ചയായി തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വിവാദം കേരളത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമം നടത്തുമ്പോഴാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരു ബീഹാറിനെതിരെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിലക്കുറവ്, അത് ബീഡിക്ക് വില കുറച്ചു. അപ്പോൾ ഈ ബീഡിയെയും ബീഹാറിനെയും തമ്മിൽ താരതമ്യം ചെയ്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബീഹാറിനെ അപമാനിക്കുന്നതായി ചൂണ്ടിക്കാട്ടി BJP വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം തന്നെ ബീഹാറിൽ ആരംഭിക്കാൻ പോവുകയാണ്. പീയൂഷ് ഗോയലായിരുന്നു ഇതിനെ കുറിച്ച് ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിന്നീട് അത് അവിടെയുള്ള ബീഹാറിലെ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ MP-മാർ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് RJD രംഗത്ത് വരികയാണ്. RJDയുടെ നേതാവായ തേജസ്വി യാദവ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന് ഇതിനെതിരെ മാപ്പ് പറയണമെന്നാണ്. അങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ നോക്കൂ, കഴിഞ്ഞ ആഴ്ചകളിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഉണ്ടാക്കിയ ആ വലിയ മോളമുണ്ടല്ലോ, അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതായിരിക്കും കോൺഗ്രസ് ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. എന്തായാലും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുകയാണ്. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായി തന്നെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുകയാണ്. അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് VT ബലറാമിന്റെ തലയിൽ ഇടുകയാണ്. VT ബലറാമിനാണ് ഇതിന്റെ ചുമതലയെന്നും അതിന്റെ ഉത്തരവാദിത്വം VT ബലറാമിനായിരിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ അറിയാം, തന്റെ പാർട്ടിയെ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ ഇത്തരം ഒരു പോസ്റ്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. VT ബലറാമുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്ന ഒരു നേതാവാണ്. അദ്ദേഹം കഴിവുള്ള നേതാവാണ്, മികച്ച യുവ നേതാവാണ്. ഇപ്പോൾ യുവ നേതാക്കളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ള യുവ നേതാക്കൾ കോൺഗ്രസിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നു എന്ന് നാം കണ്ടറിയുന്നുണ്ടല്ലോ. ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസ് പതിയെ ഈ ജനങ്ങൾക്കിടയിലേക്ക് ഉയർന്നു വരികയും സമരങ്ങൾ നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസിന് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊരു മോഹം ഉദിക്കുകയും ആ മോഹത്തെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റൊരു യൂത്ത് നേതാവ് തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടമാണ്. ഒരു കാലത്ത് പ്രത്യേകിച്ച് ഭരിക്കുന്ന CPM-നെതിരെ തെരുവിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്ന് മാളത്തിലാണ്. യൂത്ത് കോൺഗ്രസിന് ഇന്ന് പ്രസിഡന്റ് ഇല്ല. അതിനുള്ള കാരണം എന്താണ്? അത് പാർട്ടിയെ, കോൺഗ്രസിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും. ഒരു നിർണായക ഘട്ടത്തിൽ അതിന്റെ പ്രസിഡന്റ് തന്നെ ഉള്ളിലിരിക്കുക, നിലവിൽ പ്രസിഡന്റ് ഇല്ലാതായിരിക്കുക, ജനങ്ങളെ, പ്രവർത്തകരെ പുറത്തിറക്കാൻ കഴിയാതിരിക്കുക, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ വിവരം അനുസരിച്ച് VT ബലറാമിനെ നാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസിലുണ്ടായി. അത്തരത്തിൽ തന്നെ ഒരു നീക്കമാണ് VT ബലറാമിനെതിരെ നടക്കുന്നത്. ഒരു പ്രതിസന്ധി വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നേതാക്കളെ അടിച്ചേൽപ്പിക്കുക ആ നേതാവിനായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ നാം അത് കണ്ടു. ഇപ്പോൾ ഈ VT ബലറാമിൽ നാം കാണുകയാണ്. ഈ പോസ്റ്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇദ്ദേഹത്തിന് മേലാണ് പഴികൾ ചാരുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴിയാണ്. ആ ചുമതലയിൽ നിന്ന് അദ്ദേഹം സ്വാഭാവികമായി പുറത്തു പോകും. എന്തായാലും ഇത് ലോട്ടറി അടിച്ചിരിക്കുന്ന BJP-യാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന സംസ്ഥാനം കൂടിയാണ് ബീഹാറിൽ അപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് BJP-യുടെ ആവശ്യമാണ്. എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ അത് നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അത് BJP തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം നമുക്കറിയാം, വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ, നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരെ പരാമർശം ഉണ്ടായപ്പോൾ നരേന്ദ്രമോദി തന്നെ നേരിട്ട് അതിനെതിരെ രംഗത്ത് വരികയാണ്. ബീഹാറിലെ ഓരോ അമ്മമാരും ഇതിനെതിരെ രംഗത്ത് വരുമെന്നും കോൺഗ്രസും RJD-യും ഓരോ അമ്മമാരെയും അപമാനിക്കുകയാണെന്നും സ്ത്രീകളെ അപമാനിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വിഷയം ബീഹാർ BD താരതമ്യം കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു കൃത്യമായ വടിയായും BJP നോക്കിക്കാണുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് പീയൂഷ് ഗോയലാണ് ഈ പ്രസ്താവനയുമായി ആദ്യം വന്നത്, ഇതിനെതിരെ വിമർശനവുമായി വന്നത്. പിന്നീട് അത് ബീഹാറിലെ ഉപമുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തു. വലിയ രീതിയിലുള്ള, നമുക്കറിയാം
ഈ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ വലിയ രീതിയിലുള്ള ബന്ദ് ഉൾപ്പെടെ നടത്തി വലിയ പ്രതിഷേധമാണ് BJPയും NDAയും JDUവും സംഘടിപ്പിച്ചത്. ആ ഒരു തുടർച്ച തന്നെയായിരിക്കും ബീഹാറിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും നിന്ന് അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം ഇത്തരം വിവാദങ്ങളിൽ എടുത്തുചാടുന്ന ഒരു നേതാവ് കൂടിയാണ്. പക്ഷെ ഇടക്കാലത്തിൽ അതിൽ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരികയും ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയെ നാം ഇതിനു മുൻപ് ഒറ്റക്കെട്ടായി കണ്ടത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. അങ്ങനെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ കോൺഗ്രസ് പിന്നീട് ഉണ്ടായത് അറിയാമല്ലോ, ആ അഹങ്കാരം വർദ്ധിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിൽ അഹങ്കാരം വർദ്ധിക്കുകയും പിന്നീട് നാം ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹിയിൽ ഉൾപ്പെടെ ദയനീയമായി തന്നെ കോൺഗ്രസ് പരാജയപ്പെടുന്നത് കണ്ടു. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഏറ്റവും അധികം സാധ്യത ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ്. പക്ഷെ ഈ കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയും ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതുമാണ് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയും പോലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, എല്ലാ കാലത്തും വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, EVMയിലെ പ്രശ്നം, അതിന് തോൽക്കുമ്പോൾ ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടും. ഇപ്പോൾ 2 വിഷയങ്ങൾ പരിശോധിക്കാം. ബീഹാറിൽ അദ്ദേഹം ഇറങ്ങി ഒരു മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷെ അതിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്നതല്ലേ ഈ 2 വിഷയങ്ങൾ. ഇപ്പോൾ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതിനുശേഷം പ്രവർത്തകരെല്ലാം ആത്മവിശ്വാസത്തോടെ, നേതാക്കൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടാവുകയും ഇപ്പോൾ ഏറ്റവും അവസാനം VT ബലറാമിന്റെ വിഷയം ഉണ്ടാവുകയും ചെയ്ത് VT ബലറാമിന്റെ മുൻ വിഷയം തന്നെ നമുക്കറിയാമല്ലോ, AKGയെ അപമാനിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പൂട്ടി ആ മൊബൈൽ ഫോൺ എന്തായാലും KPCCയുടെ ഓഫീസിൽ പിടിച്ചു വാങ്ങി വയ്ക്കണമെന്നാണ് എന്തായാലും പറയാനുള്ളത്. ഇദ്ദേഹത്തെ തുടർച്ചയായി തന്നെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. AKG അപമാനിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടുത്തെ തൃത്താലയിലെ കോൺഗ്രസ് പരാജയപ്പെടുകയാണ്. MP രാജേഷ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ മണ്ഡലം നഷ്ടപ്പെടുന്ന രീതിയിലേക്കായിരുന്നു അന്ന് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി, VT ബലറാമിന്റെ പ്രവൃത്തി. ഇപ്പോൾ പുതിയൊരു നേതാവ് ഇറങ്ങിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് ഈ ഫോണ് വലിയ ശല്യമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ കോൺഗ്രസിൽ യുവ നേതാക്കൾ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നാം കാണുന്നത്. യുവ നേതാക്കൾ മാത്രമല്ല, ഈ പാലോട് രവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ഇടക്കാലത്ത്. അതും വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുകയാണ്, അടുത്തുടൻ തന്നെ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ സാധ്യത പിണറായി ആണെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നെല്ലാം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരുന്നത് കണ്ട് ഈ കാര്യങ്ങൾ നിരന്തരം പ്രചരിച്ചത് ഏതു വഴിയാണ്? സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു കെട്ടഴിച്ചു വിട്ട ഒരു കാളയെപ്പോലെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് മാറുന്നത്. നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നു. അത് കേരളത്തിൽ മാത്രമാണെങ്കിലേ ഒരു പരിധിവരെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാമായിരുന്നു. ഈ വിവാദങ്ങളിൽ ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം, ഇപ്പോൾ ഈ ബീഹാർ വിഷയം, അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ തലവേദനയാകുന്ന ഒരു കമ്മിറ്റിയായി, കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിലവിൽ മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.